അപ്പൊ നമ്മുടെ കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനയുടെയും മക്കളുടെയും മരണം വൻ വഴിത്തിരിവിലേക്ക്. ഷൈനയുടെ മരണത്തിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാത്രമല്ല, സ്വന്തം അപ്പനും കൂടി ഉത്തരവാദിയാണ്. ആ രീതിയിലുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ആ രീതിയിൽ ഈ സംഭവം ചർച്ചയായിട്ടുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചത് ഇവിടെ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അല്ലേ ഷൈനയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിലേക്ക് ചാടി മരിക്കുന്നത്. ഷൈനിക്ക് 2 പെൺമക്കളെ കൂടാതെ തന്നെ ഒരു ആൺകുഞ്ഞുമുണ്ട്. എന്തായാലും ഷൈനയും കുഞ്ഞുങ്ങളും മരിച്ച സമയത്ത് പുറത്തു വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഷൈനയുടെ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ ഉപദ്രവമാണ് മരണകാരണം എന്നുള്ളതാണ്. ഷൈനിക്ക് ഭർത്തൃ വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഗാർഹിക പീഡനത്തിന് അങ്ങേയറ്റമായിരുന്നു ഷൈനിക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ 9 മാസം മുമ്പ് ഷൈനിയെ ഭർത്താവായിട്ടുള്ള നോബി സ്വന്തം വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിടുകയുണ്ടായി. ഷൈനയെ മാത്രമല്ല, ഷൈനയുടെ 2 പെൺമക്കളെയും ഇറക്കി വിട്ടു. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയ അവർ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കായിരുന്നു, ഷൈനയുടെ സ്വന്തം വീട്ടിലേക്ക്. എന്നാൽ അവിടെ എത്തിയപ്പോഴും ഷൈനയുടെ ഭർത്താവായിട്ടുള്ള നോബി മറ്റു പല രീതിയിലും അവൾ ഉപദ്രവം തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പല രീതിയിലും ജോലിക്ക് ശ്രമിച്ച അവളെ പല തരത്തിലും ജോലി സാധ്യതകൾ അയാൾ ഇല്ലാതാക്കി. അയാൾ മാത്രമല്ല, അയാളുടെ സഹോദരനായിട്ടുള്ള പള്ളിയിലച്ചനായ നോബിയും അതിന് മുൻപന്തിയിൽ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ജീവിക്കാനുള്ള എല്ലാ വഴികളും അടിഞ്ഞതോടെ കെട്ട് ഷൈനിയും 2 പെൺമക്കളും ജീവിതം അവസാനിപ്പിച്ചു. ഇതാണ് ഇതുവരെ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് അല്ലേ? എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവരങ്ങളും കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഷൈനിയുടെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാത്രമല്ല, ഷൈനിയുടെ സ്വന്തം അപ്പനും ഇതിന് ഉത്തരവാദിയാണ്. 9 മാസം മുന്നേ ഭർത്തൃ വീട്ടിൽ നിന്നും ഷൈനി ഇറക്കി വിട്ടപ്പോൾ അതിനുശേഷം കല്യാണം കഴിയുന്നത് വരെ താമസിച്ച് സ്വന്തം വീട്ടിലേക്ക് ഷൈനി കയറി വന്നപ്പോൾ മകളെ ചേർത്ത് നിർത്തുന്നതിന് പകരം ഷൈനിയുടെ അപ്പനും അമ്മയും കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് അവരെല്ലാം ഷൈനിയെ ഒരു ബാധ്യതയായിട്ടായിരുന്നു കണ്ടിരുന്നത്. മാത്രമല്ല, അവരുടെ പേരമക്കളായിട്ടുള്ള ഷൈനയുടെ 2 പെൺമക്കളെയും അവർ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല. അവരോട് വളരെ മോശമായി തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. അതും ഷൈന ജീവനൊടുക്കാൻ കാരണമായി എന്നുള്ളതാണ് പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ട്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ലേ കേട്ടോ, ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. ഷൈനയെ അറിയാവുന്നവർ തന്നെ, ഷൈനയുടെ നാട്ടുകാർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഷൈനയുടെ ഭർത്താവിന്റെ നാടായിട്ടുള്ള കഠിനംകുളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇന്നലെ. നമുക്ക് എന്തായാലും പുള്ളിക്കാരന് പറയാനുള്ളത് എന്താണെന്നുള്ളത് കേട്ടോ നോക്കാം. ഞാൻ അന്ന് ആദ്യം പോയത് ഇവിടെ വീട്ടിലാണ്. അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പം വൈകിട്ട് ഞാനും അടുത്തോട്ടടുത്ത 2-3 പേരും കൂടി അവിടെ വീട്ടിൽ ചെന്ന് 10-12 പേരുമുണ്ട്, ഫാദറും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു വിഷമമൊക്കെ പ്രകടിപ്പിച്ചു. അവൾ പോയി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷവും എനിക്ക് പൊതുവെ 1-2 കാര്യങ്ങൾ എന്നെ ഫീൽ ചെയ്ത കാര്യമുണ്ട്. അതായത് ഈ ഷൈനയുടെ ഫാദർ എന്നോട് ആ സമയത്ത് അത്ര പ്രകടിപ്പിച്ചു, ഞാൻ ഈ മിനിയാന്ന് കൊണ്ട് 23,000 രൂപ പിള്ളേരുടെ ഫീസ് അടച്ചാന്ന് തോന്നി. ഒരുപക്ഷെ ആ ഷൈനി മരിച്ചതിന്റെ വിഷം കൊണ്ടാണോ എന്നല്ല, എനിക്കതൊരു ബുദ്ധിമുട്ടുകൾ തോന്നി. കാരണം ഒരാളെ കണക്ക് പറയുന്ന പോലെയാണല്ലോ. കണക്ക് പറയുന്ന പോലെയാണല്ലോ എന്നുള്ളതല്ല, അതൊരു കണക്ക് പറച്ചിൽ തന്നെയാണ്. സ്വന്തം മകൾ മരിച്ചു കിടക്കുമ്പോൾ ഒരപ്പം പറയേണ്ട വാക്കുകളാണത്. ഞാൻ അവർക്ക് വേണ്ടി 25,000 രൂപ ചെലവാക്കിയിട്ടുള്ളൂ എന്ന്. അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മകൾ മരിച്ചതിനേക്കാളും അയാളുടെ വലിയ കൺസേൺ എന്ന് പറയുന്നത് സ്വന്തം മകൾക്ക് ചെലവാക്കിയതിനെ കുറിച്ചാണ്. സ്വന്തം മകളോട് സ്നേഹമുള്ള ഒരു അപ്പനും ഈ സമയത്ത് ഈ രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്യില്ല. ഇപ്പൊ തന്നെ മനസ്സിലായി കാണല്ലോ ഷൈനിയുടെ അപ്പന്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. കഴിഞ്ഞില്ല, ഇതൊക്കെ സാമ്പിൾ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാനുള്ള ബാക്കിയൂടി കേട്ടോക്കാം. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്, ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്, ഷൈനയുടെ പിള്ളേർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതായത് ഷൈനയുടെ മാതാപിതാവ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം പിതാവ് ക്യാൻസർ പേഷ്യൻ്റാണ്. സോറി, മാതാവ് എന്ന് പറയാൻ പറ്റത്തില്ല, പിതാവ് എന്നാണ് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നത്. കാരണം പിള്ളേർക്ക് ഒച്ച ഉണ്ടാക്കാനോ കളിക്കാനോ TV കാണാൻ പോലുള്ള അവസരമില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഷൈനയുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടോ. ഷൈനയോട് പറഞ്ഞില്ല, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയും ഹോസ്റ്റലിലാക്കി എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹോസ്റ്റലിലാക്കാൻ ഷൈനി തീരുമാനിച്ചതിൻ്റെ അർത്ഥം, 1 ഇവിടെ നിർത്താൻ പറ്റത്തില്ല, 2 അവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം മൂത്ത കൊച്ചിന് 11 വയസ്സായി, മിടിക്ക് 2 പെൺപിള്ളേരാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഷൈനിക്ക് അടുത്ത് മുംബൈയിൽ എങ്ങാനും ഒരു ജോലി തരപ്പെട്ടു എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഷൈനി സ്വന്തം സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണത്? അതാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം പറഞ്ഞത്. അതായത് മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ ആക്കിയിട്ട് മുംബൈയിലേക്ക് പോകണം എന്നുള്ളത്. ഷൈനിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ മതി ഷൈനി സ്വന്തം വീട്ടിൽ സേഫ് അല്ല എന്ന് മനസ്സിലാക്കാൻ. ഇന്നൊന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഷൈനി കഴിഞ്ഞ 9 മാസത്തോളമായി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾ പുറത്ത് ജോലി കിട്ടി പോകുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് എന്തായിരുന്നു? എന്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ സേഫ് അല്ലേ, എന്റെ അപ്പനും അമ്മയും നോക്കിക്കോളും എന്നുള്ളതാണ് അല്ലേ? പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഷൈന ഇവിടെ ചിന്തിച്ചെന്താണ്? മക്കൾ എങ്ങനെയും ഹോസ്റ്റലിലാക്കണം എന്നുള്ളതാണ് അല്ലേ? വിച്ച് മീൻ സ്വന്തം വീട്ടിൽ മക്കൾ സേഫ് അല്ല എന്ന് ഷൈനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഷൈന അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുടെ വർത്താനത്തിൽ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി നീട്ടി വലിച്ച് കാണിക്കുന്നില്ല. സമയക്കുറവ് കാരണം മെയിൻ പോയിന്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഒന്നും വേണ്ട, ഷൈന മരിച്ചു കഴിഞ്ഞപ്പോൾ ഷൈനയുടെ അപ്പൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനൽ ഷൈനയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അന്നേരം അപ്പൻ ഒഴിവാക്കി വിടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോയുടെ തമ്മിൽ സൈഡിൽ കൊടുക്കാം. എനിവേ, ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതായത് ഷൈനയുടെ നാട്ടുകാരനായിട്ടുള്ള ജോർജ് പുല്ലത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം മുന്നേ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു.
പുള്ളിക്കാരൻ ഷൈനയുടെ നാട്ടുകാരൻ മാത്രമല്ല, ഷൈന കുറച്ചു കാലം ഒരു പാലിയേറ്റീവ് കെയറിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഷൈനയുടെ വീടിന് തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് കെയർ ആണത്. ആ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പാഞ്ചോ എന്ന് പറയുന്ന വ്യക്തിയുടെ പാലിയേറ്റീവ് കെയർ ആണ്. പുള്ളിക്കാരന്റെ സുഹൃത്തും കൂടിയാണ് ഈ കുറിപ്പിട്ട് ജോർജ് പുല്ലത്ത് എന്ന് പറയുന്നത്. അങ്ങനെ പാഞ്ചോയുമായി ഈ പറയുന്ന ജോർജ് പുല്ലത്ത് ഒരു ഫോൺ സംഭാഷണം നടത്തി. ആ ഫോൺ സംഭാഷണത്തിനൊടുവിലാണ് പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പിടുന്നത്. ആ കുറിപ്പിലൂടെ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ഷൈനയും മക്കളും കഥ മറ്റൊരു വഴിയെ. ജോർജ് പുല്ലത്ത്. പാഞ്ചോ എന്ന വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂരുകാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രിയയുമായി 16 വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നത് മൂലം 6 വർഷം മുമ്പ് നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആതൊരു സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീട്ടിന് സമീപം ഏറ്റുമാനൂരിലെ 101 കവലയിൽ റോസ മിസ്റ്റിക് എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ 40 അന്തേവാസികളുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള 18 നഴ്സുമാർ ഉൾപ്പെടെ 43 ജോലിക്കാരുള്ള സ്ഥാപനം. 40 അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ 43 പേരുണ്ട് എന്നെടുത്ത് പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന് സൂചകമായതുകൊണ്ടാണ്. ഓക്കെ, ഷൈനയുടെ വീടിന് തൊട്ടടുത്തുള്ള പാഞ്ചോ നടത്തുന്ന ഈ സ്ഥാപനം എത്രത്തോളം ആധുനിക നിലവാരം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞു വെക്കുന്നത്. ആ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഇവിടെ ജോർജ് പുല്ലത്ത്. ഇങ്ങനെ പരിചയപ്പെടുത്തിയതിനൊരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് വയ്യേ മനസ്സിലാകും. ബാക്കി വായിച്ചു നോക്കാം. രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളും കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലാസറ്റുകളും ഇറക്കുമതി ചെയ്തു. യൂറോപ്പിലേതുപോലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി. എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല. വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും. ബയോ വേസ്റ്റ് മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കരിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി. ഡ്രൈനേജ് ബ്ലോക്കായി. ഗ്യാസിന് പകരം ടാങ്കിൽ നിന്നും മാലിന്യം തന്നെ പുറത്തേക്ക് ഒഴുകി ദുർഗന്ധം പരന്നു. പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു. അവർ വന്ന് പറഞ്ഞു, അതെ, എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചിട്ടുണ്ട്, അതെല്ലാം വാരി കളഞ്ഞ് പുതുതായി ഉണ്ടാക്കണം, 2-3 ദിവസം പിടിക്കും. ഓക്കെ, അപ്പൊ സുഗമമായി പ്രവർത്തിക്കുന്ന ഈ പാലിയേറ്റീവ് കെയറിൽ ക്ലീനിങ് സ്റ്റാഫുകളുടെ അശ്രദ്ധ കാരണം അവിടുത്തെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഇനി അങ്ങോട്ടാണ് ഇവിടെ റിയൽ പ്രശ്നം ആരംഭിക്കുന്നത്. ഇനിയുള്ളത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. വായിച്ചോക്കാം. ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു, നിന്റെ ഈ സ്ഥാപനം ഞാൻ പൂട്ടിച്ചിരിക്കും, ഡൽഹിയിൽ നിന്ന് പോയിട്ടാണെങ്കിലും ഞാൻ പൂട്ടിക്കും, നോക്കിക്കോ. ഓക്കെ, ഈ മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് ആണ് ഈ പറയുന്ന ഷൈനയുടെ അപ്പൻ എന്ന് പറയുന്നത്. ബാക്കി വായിച്ചോക്കാം. പാഞ്ചോ പറഞ്ഞു, ചേട്ടാ, ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാണ്, ഉടനെ നന്നാക്കും. എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി. ഫരിദ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടി ഒഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട്, അന്വേഷിക്കാൻ വന്നതാണ്. ആരാ പരാതിക്കാരൻ? അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞു. അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണു നീട്ടി. പാഞ്ചോ ഞെട്ടിപ്പോയി. തൊട്ടടുത്ത വടകരയിലെ വീട്ടിലെ കുര്യാക്കോസ് തന്നെ. ഓക്കെ, ഇവിടെ ഷൈനയുടെ അച്ഛൻ നൈസായിട്ടൊരു പണി കൊടുത്തതാണ് അല്ലേ. ആ ബയോഗ്യാസ് പ്ലാന്റിലെ ദുർഗന്ധം മുതലെടുത്ത് പുള്ളിക്കാരൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി പരാതി കൊടുത്ത്. വേണമെങ്കിൽ നമുക്ക് ഈ പരാതി ജെനുവിൻ ആണെന്ന് ചിന്തിക്കാം, കാരണം ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം അവരെയും ബാധിക്കുമല്ലോ. പക്ഷെ ഇത് കഴിഞ്ഞും പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. റോസ മിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പരാതിയും ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ കാര്യമായ കുഴപ്പമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി. ദുർഗന്ധം പരത്തുന്നെന്ന് മാത്രമല്ല, അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നും കൂടി കുറെ ആൾക്കാരും കൂട്ടി അയാൾ പരാതി കൊടുത്തു. അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു അയാളുടെ ഇത്. അയാൾക്ക് എങ്ങനെയും ഈ സ്ഥാപനം പൂട്ടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും ദുർഗന്ധം വരുന്നെന്നും പറഞ്ഞ് പരാതി കൊടുത്ത് അത് റെഡി ആവാത്തത് കണ്ടപ്പോൾ അവിടെയുള്ള അന്തേവാസികൾക്ക് നല്ല ഭക്ഷണമല്ല കൊടുക്കുന്നതെന്നും പറഞ്ഞ് വീണ്ടും പരാതി കൊടുത്തു. ഇതിങ്ങനെ പരാതി കൊടുക്കൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ ഇയാള്. പക്ഷെ ഇതൊന്നും ഫലം കണ്ടില്ലേ കേട്ടോ. എന്തായാലും ബാക്കി വായിച്ചു നോക്കാം. ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു. ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു. പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികൾ എടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി. എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാഞ്ചോ അസ്വസ്ഥനാക്കി. ഞാൻ നേരത്തെ പറഞ്ഞേനെ, നിങ്ങൾക്ക് എങ്ങനെയും ഈ സ്ഥാപനം പൂട്ടിക്കണം, അതിനുവേണ്ടിയാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം വല്ലപ്പോഴും ഒക്കെ അവിടെ എത്തുന്ന 2 പെൺകുട്ടികൾ തന്റെ മക്കളുടെ കൂട്ടുകാരാണ്. തൊടുപുഴയിൽ ചുങ്കത്തിച്ചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴും ഒക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തന്റെ വീട്ടിൽ വരും. അവർ മക്കളോടൊപ്പം കളിക്കും, സൈക്കിൾ ചവിട്ടും. തങ്കം പോലുള്ള പെൺകുട്ടികൾ അലീനയും ഇവാനയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമനക്കുട്ടികളായിരുന്നു. ഓക്കെ, അപ്പനായിട്ടുള്ള കുര്യാക്കോസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഷൈനിയും ഷൈനയുടെ മക്കളും ഈ പറയുന്ന പാഞ്ചോവുമായി നല്ല ടേംസിലായിരുന്നു അല്ലേ. അങ്ങനെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി ബാക്കി വായിച്ചു നോക്കാം. പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത്. ആരോട്? ഈ കുറിപ്പിട്ട ജോർജ് പുല്ലത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ കുറിക്കുന്നത്. ബാക്കി വായിച്ചു നോക്കാം. കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരുമ്പുഴയെന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാ. വടകരയിൽ നിന്നാണ് വീട്ടുപേര്.
പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ, പിന്നെ ബസ് മേടിച്ചു, അതെല്ലാം പൊട്ടി. പുള്ളിയുടെ 5 പിള്ളേരിൽ മൂത്തതാണ് ഷൈനി. അവർ വല്ലപ്പോഴും ഒക്കെ തൊടുപോയെന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കാണും. എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു. റോസാ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചാണ് വന്നത്. അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു. പുള്ളിക്കാരുടെ കഴുത്തിൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു. അച്ചാച്ചൻ അമ്മയെ നിലത്തൂടെ വലിച്ചയച്ചു അടിച്ചതാണെന്നൊക്കെ പിള്ളേർ പറഞ്ഞു. ഇവിടെ വാക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു. ഇത് പാൻജോ ജോർജ് പുല്ലത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ അവസാനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഷൈന അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന സമയത്ത് ഷൈനയുടെ കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പാൻജോ ഷൈനയുടെ കുട്ടികളോട് അന്വേഷിച്ച സമയത്ത് കുട്ടികൾ പറഞ്ഞെന്താണ്, കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനയുടെ അച്ഛൻ, അതായത് ഈ കുട്ടികളുടെ മുത്തച്ഛൻ, ഷൈനയെ നിലത്തൂടെ വലിച്ചയച്ചതിന്റെ പാടുകളാണ് ഇത് എന്നുള്ളതാണ്. അല്ലേ, ഇത് കേട്ട് സാധാപം തോന്നിയിട്ടാണ് ഷൈനിക്ക് അവരവിടെ ജോലി കൊടുത്തത്. എന്തായാലും ജോലിക്ക് ഷൈനി കയറിയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് തുടർന്ന് വായിച്ചു നോക്കാം. ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമായിരുന്നെങ്കിലും എപ്പോഴും ഒരു മൗനമാ. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഷൈനിയെ വലിയ കാര്യമായി. ഷൈനിക്കും എല്ലാവരും കൂട്ടായി. ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു, പാൻജോ ഒന്ന് ചോദിച്ചോട്ടെ, ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു? 16,000 രൂപ എന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു. ഒരു ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും 1000 കൂടുതൽ കൊടുത്തിരുന്നു. സ്വന്തം വീട്ടിലേതായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ. കുറച്ച് പരിചയമായി കഴിഞ്ഞാൽ പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ. റോസാ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാ. അപ്പൊ പിന്നെ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ, എന്ത് ചെയ്യാനാ. ഓക്കെ, ഏകദേശം തരക്കേടില്ലാത്തൊരു സാലറി ഷൈനിക്ക് ആ സമയത്ത് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായില്ല, 16,000 രൂപ. ശരിക്കും പറഞ്ഞാൽ ഷൈനയോട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സർവൈവ് ചെയ്ത് പോകാൻ ആ ശമ്പളം ധാരാളമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കാനും നിത്യ ചെലവിനും 16,000 വെച്ച് തട്ടിമുട്ടി പോകാം അല്ലേ. ആ രീതിയിൽ ഷൈന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് ഷൈനയുടെ ജീവിതത്തെ തന്നെ തകിടം മറിച്ചത്. അത് തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ 4 മാസം കഴിഞ്ഞു. ഒരു ദിവസം ഷൈനി പറഞ്ഞു, അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക, അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. അതുകൊണ്ട് സാർ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കുന്നു? സ്വന്തം അപ്പൻ മകളെ ജോലിക്ക് പോകുന്നത് തടഞ്ഞു എന്നുള്ളതാണ്. അപ്പന്റെ ഈ സ്വഭാവം കാരണം അവസാനം ഷൈനിക്ക് അവിടെ ജോലിക്ക് വരാൻ പറ്റിയില്ല. ഒരു പക്ഷെ അയാൾ അന്ന് ഈ പാലിയേറ്റീവ് കെയറിൽ ഷൈനി ജോലിക്ക് പോകുന്നത് തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഷൈനയുടെ മരണം നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. എന്തായാലും 16,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഉള്ള ജോലിയും കൂടിയും സ്വന്തം അപ്പനങ്ങ് ഇല്ലാണ്ടാക്കി അല്ലേ. ബാക്കി വെച്ച് നോക്കാം. ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനയുടെ പിള്ളേർ ഞങ്ങളുടെ കൂടെ കാറിൽ പോരും. കുറെ നാൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞേച്ച് അവർ ഊടുവായി കൂടെ ഓടിപ്പോയി. അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി. ഞങ്ങളോട് മിണ്ടാ പോലും പിള്ളേർ നിൽക്കുകയില്ല. കാരണം വല്യപ്പയെ പേടിയാണ്. അത്രക്കും ദുഷ്ടനാണ് അയാൾ. സത്യത്തിൽ 9 മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. ഓക്കെ, ഇതാണ് പാൻജോ ജോർജ് പുല്ലത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ജോർജ് പുല്ലത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ കടന്ന് വലിച്ചു നീട്ടുന്നില്ല, മെയിൻ പോയിന്റ് എടുത്തതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കഴിഞ്ഞ 9 മാസമായിട്ട് സ്വന്തം വീട്ടിലും ഷൈനയുടെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഷൈനി ജീവിതം അവസാനിപ്പിക്കാനും ശരിക്കും പറഞ്ഞാൽ അതൊരു കാരണമായിട്ടുണ്ട്. പിന്നെ ഭർത്താവായിട്ടുള്ള നോബിയുടെ ഉപദ്രവം മറ്റൊരു സൈഡിലും. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു വശത്ത് നിന്നും ഭർത്താവിന്റെ ഉപദ്രവവും മറ്റൊരു വശത്ത് നിന്നും സ്വന്തം അപ്പന്റെ ഉപദ്രവവും എല്ലാം കൂടി സഹിക്കാൻ പറ്റാതെ ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഷൈനയുടെ അപ്പനെതിരെയും ഈ ഒരു സാഹചര്യത്തിലും അന്വേഷണം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.